अस्सलाम वालेकुम। आदाब अर्ज़ है बच्चों, आप कैसे हैं? ഖുഷ് ഹന? എല്ലാവരും വീട്ടിലൊക്കെ സുഖമായിട്ടിരിക്കണല്ലേ? പുറത്തൊന്നും പോകാറില്ലല്ലോ? ഇനി പെരുന്നാളും ആഘോഷമൊക്കെ മാറ്റി വെച്ച് പിന്നെ പുറത്തൊന്നും പോകണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് കൂടി വരികയാണ്. ഇങ്ങനെ കൂടി വന്നാൽ നമുക്ക് സ്കൂൾ തുറക്കാനൊക്കെ വൈകുള്ളൂ. ഓക്കെ, നമ്മൾ 10ാം ക്ലാസ്സിലും അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ക്ലാസ്സൊക്കെ കിട്ടൽ അത്യാവശ്യമാണ്. കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികൾക്ക് തന്നെ ക്ലാസ് വളരെ കുറവായിരുന്നു. അതിൻ്റെ പ്രയാസങ്ങൾ അവർ പറയലുണ്ട്. എല്ലാ വിഷയത്തിനും ഉറുദുവിനെ സംബന്ധിച്ചെന്നല്ല മറ്റു വിഷയങ്ങൾക്കൊക്കെ. ഏതായാലും അള്ളാഹു തആല എത്രയും പെട്ടെന്ന് ഇതൊക്കെ ദുനിയാവിൽ എടുത്ത് മാറ്റി നമ്മളെ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിലാക്കി തരാൻ എല്ലാവരും ദ്വാരക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഓക്കെ, പിന്നെ गुज़रे क्लास में हम क्या क्या बहस की हैं? गुज़रे क्लास में हम क्या क्या बहस की गई हैं? എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ? पहले सबक में हमने क्या क्या पढ़े हैं? हमने पढ़े हैं कि दुनिया में बहुत से लोग गरीबी और मुफलिसी में पड़े हुए हैं. ഒരുപാട് ആളുകൾ ദാരിദ്ര്യം കൊണ്ടും പിന്നെ കഷ്ടപ്പാട് കൊണ്ടും ഒക്കെ പിന്നെ വിശന്ന് വലഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ദുനിയാവിലുണ്ടെന്ന് നമുക്ക് ലോകത്തുണ്ടെന്ന് നമുക്ക് കഴിഞ്ഞ പാഠത്തിലൂടെ വ്യക്തമായി. അതിലത്തെ വീഡിയോകളും അല്ലേ ഒക്കെ കാര്യങ്ങളെ കൊണ്ടൊക്കെ വ്യക്തമായി. ഓക്കെ, ദുനിയാ സെ മുഫ്ലിസി ദൂർ കർന ഹമാരാ ബി ഫറദ് ഹെ. കൂടാതെ ഒരു കാര്യം കൂടെ മനസ്സിലായി. എന്താണ്? ദുനിയാ സെ മുഫ്ലിസി ദൂർ കർന ഹമാരാ ബി ഫറദ് ഹെ. നമ്മൾ ആ പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉൾക്കൊണ്ട കാര്യം എന്താ? ലോകത്തിൽ നിന്നും ഈ ദാരിദ്ര്യത്തെ പിന്നെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്, സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അത് സമൂഹത്തിൻ്റെ മാത്രമാണോ? മുഫ്ലിസി ഇൻസാൻ ബനായി ആഫാത്ത് ഹെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടൊരു കാര്യമാണ്. ഈ മുഫ്ലിസി എന്ന് പറയുന്നത് ഒരു ഇൻസാൻ ബനായി ആഫാത്ത് ഹെ. അത് നമ്മൾ കണ്ടു അല്ലേ? ഇത് മനുഷ്യന്മാരനെ ഉണ്ടാക്കുന്ന ഒരു പിന്നെ ആഫത്താണ് അല്ലേ? ആഫാത്ത്, മനുഷ്യൻ മാൻമെയ്ഡ് ഡിസാസ്റ്റർ. എന്താണ് ഇൻസാൻ ബനായി ആഫാത്ത് എന്ന് പറഞ്ഞാൽ? മനുഷ്യന്മാരനെ ഉണ്ടാക്കുന്നതാണ്. എന്താ കാര്യം? ഉള്ളവരില്ലാത്തവർക്ക് കൊടുത്താൽ പ്രശ്നം തീരും. ഹദ്രത്ത് ഉമർ അള്ളാഹു പിന്നെ അറബിയയിൽ ചെയ്ത സിസ്റ്റം അല്ലേ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലോഗോं का ബുനിയാദി ज़रूरियात, പിന്നെ ബുനിയാദി ज़रूरियात, അങ്ങനെ വാക്കുകൾ കേട്ടല്ലോ ആ പാഠത്തിൽ. എന്താ ബുനിയാദി ज़रूरियात? അടിസ്ഥാന ആവശ്യങ്ങൾ. മനുഷ്യന് കുറേ അടിസ്ഥാന ആവശ്യങ്ങളുണ്ട് അല്ലേ? ലോഗോं का ബുനിയാദി ज़रूरियात. എന്തൊക്കെയാണ് ബുനിയാദി ज़रूरियात? ഖാന, കപ്പട, ഘർ അല്ലേ? ഓരോരുത്തർക്കും അവരുടെ ഹക്കാണ്, ജനിച്ചു പോയാൽ അവരുടെ അവകാശമാണ് എന്ത്? അവർക്ക് ഭക്ഷണം, വസ്ത്രം, വീട് ഇവ ഉണ്ടാവണം എന്നുള്ളത് ബുനിയാദി തൊറിയാത്താണ്, ആത്യന്തിക ആവശ്യമാണ് അല്ലേ? അവർക്ക് അവരുടെ അവകാശമാണത്, അവരുടെ ആത്യന്തിക ആവശ്യമാണ് അല്ലേ? ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യമാണ്. അതാണ് ബുനിയാദി തൊറൂരിയാത്ത് അല്ലേ? അടിസ്ഥാന ആവശ്യങ്ങൾ, ബുനിയാദി തൊറൂരിയാത്ത്. അതൊക്കെ നമ്മൾ കണ്ടു. ഈ बुनियादी ज़रूरियात सब लोगों को मुहैया करना हमारा फ़र्ज़ है, സർക്കാർ की फ़र्ज़ है और हर लोगों का फ़र्ज़ है. ഇതാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ട വേറൊരു കാര്യം അല്ലേ? എന്താണ്? ബുനിയാദി ज़रूरियात सब लोगों को मुहैया करना. എന്താ മുഹയ്യ करना എന്നാൽ? അത് സജ്ജീകരിക്കുക. എല്ലാ ആളുകൾക്കും ഇത് ഉറപ്പാക്കുന്നത് നമ്മുടെ കടമയാണ്, ഭരണാധികാരികളുടെ കടമയാണ്, മറ്റെല്ലാ ആളുകളുടെയും കടമയാണ്. സബ് ഹം ബഹസ് കി ഗയി ഹെ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അല്ലേ? ശരി, ആട്ടെ. ഇനി ആകെ ആയും അഗല സബക് കാ നാം ക്യാ ഹെ? അഗല സബക് ഹെ മെഹനത്ത് രംഗ് लाई. मेहनत रंग लाई. देखिए मेहनत रंग लाई, किताब में देखिए मेहनत रंग लाई. എന്താണ് ഈ പാഠം പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം, പരിശോധിക്കാം അല്ലേ? എന്താ ഈ പാഠം പറയുന്നത്? മെഹനത്ത് രംഗിലായി. മെഹനത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അധ്വാനം. രംഗിലായി എന്ന് പറഞ്ഞാലോ, രംഗ് നമ്മൾ നേരത്തെ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ഗുൽഷൻ മേ റംഗ് തേര. എന്താ റംഗ്? അവിടെ ഗുൽഷൻ വർണ്ണം അല്ലേ? മെഹനത്ത് രംഗിലായി, അധ്വാനം വർണ്ണമാക്കപ്പെട്ടു. അങ്ങനെയാണോ അർത്ഥം? അധ്വാനം സഫലമായി. ഇവിടെ രംഗിലായി എന്ന് പറഞ്ഞാൽ സഫലമായി അല്ലേ? അധ്വാനം സഫലമായി. ഇവിടെ അധ്വാനം സഫലമായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അധ്വാനം സഫലമായത് കൂലിയിട്ടുമ്പോഴാണ് അധ്വാനം സഫലമായത് അല്ല, കുഴിച്ചിട്ടത് കായ്ക്കുമ്പോഴാണ് അധ്വാനം സഫലമായത്. അത് നല്ലൊരു ഉദാഹരണമാണ്. ഒരു പ്ലാന്റ് നമ്മൾ കുഴിച്ചിട്ടു, ഒരു ഫലവൃക്ഷം അല്ലെങ്കിൽ ഒരു പിന്നെ പച്ചക്കറി വിത്ത് നമ്മൾ കുഴിച്ചിട്ടു, അല്ലെങ്കിൽ വേറെ ഒരു വിത്ത് നമ്മൾ കുഴിച്ചിട്ടു.
പിന്നെ കായ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അധ്വാനം സഫലമായി, അല്ലെങ്കിൽ കൃഷിക്കാരന് നല്ല ലാഭം കിട്ടുമ്പോൾ അവൻ്റെ അധ്വാനം സഫലമായി, അങ്ങനെ പറയാറുണ്ട് അല്ലേ? ശരി. എന്നാൽ ചില അധ്വാനങ്ങൾ ഇങ്ങനെ ഉണ്ട്. എങ്ങനെ? ഇപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണ സബ് കളക്ടറുണ്ട്. എന്താ പേരെന്നറിയോ? ആർക്കെങ്കിലും അറിയോ? പെരിന്തൽമണ്ണ സബ് കളക്ടർ IAS ആണ്. ശ്രീ ധന്യ സുരേഷ് എന്നാണ് അവരുടെ പേര്. അവരെക്കുറിച്ചൊക്കെ പത്രത്തിലും പിന്നെ TV ചാനലുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അവരാരെന്നറിയോ? അവരെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകണം. വേണ്ടേ? ആയിക്കോട്ടെ, നമുക്ക് അതിനുള്ള സംവിധാനം ചെയ്യാട്ടോ. അവരുമായിട്ട് നമുക്കൊരു ഒരു ഇൻട്രാക്റ്റ് നമുക്ക് ഉണ്ടാക്കാം ഇൻഷാ അല്ലാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ശ്രീധന്യ സുരേഷ് എന്ന് പറയുന്നത് എന്തായാലും ഞാൻ പരിചയപ്പെടുത്തുക. ശ്രീധന്യ സുരേഷ് എന്ന് പറയുന്നത് ആരാന്നറിയോ? വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന്, അല്ലേ, നമ്മൾ എന്താ പറയുക, പിന്നെ ഒരു വയനാട്ടിലെ ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അവർ പഠിച്ച് IAS കിട്ടി, സിവിൽ സർവീസ് കിട്ടി, ICS സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സായി, IAS കിട്ടി. IAS കിട്ടിയാൽ ആരാവുക? കളക്ടർമാരാവും. ഇവരിപ്പോൾ പെരിന്തൽമണ്ണ സബ് കളക്ടറാണ്, RDO സബ് കളക്ടർ അല്ലേ? ജില്ലക്കൊരു കളക്ടർ, പിന്നെ ഓരോ പിന്നെ റവന്യൂ ഒരു ജില്ലക്ക് പിന്നെ അതിൻ്റെ അസിസ്റ്റൻറ്റ് കളക്ടർമാർ ഉണ്ടാവും. പിന്നെ എല്ലാ താലൂക്കിലും ഇല്ല. പിന്നെ ഇപ്പോൾ പെരിന്തൽമണ്ണ, നിലമ്പൂർ താലൂക്കുകൾക്കൊക്കെ ഈ ഒരു സബ് കളക്ടറേ ഉള്ളൂ, അസിസ്റ്റൻറ്റ് കളക്ടർ. ശരി, ആട്ടെ. അപ്പോൾ അവരുടെ പേര് ശ്രീധന്യ സുരേഷ് എന്നാണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അവരുടെ പ്രത്യേകത ഇതാണ്: അവർ വളരെ ബാക്ക്വേർഡായ ഒരു കുടുംബത്തിൽ നിന്നും നന്നായി പഠിച്ച ഒരു IAS വാങ്ങി ഏറ്റവും നല്ല വിജയം വാങ്ങി. IAS എന്ന് പറഞ്ഞാൽ ഇതാണ്. IAS എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം, ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസമാണ് IAS എന്ന് പറയുന്നത്. ഈ IAS പിന്നെ പഠിച്ച് ഇറങ്ങിയാൽ അവർക്ക് അതിന് എക്സാമിനേഷൻ ഉണ്ട്. അതിന് എക്സാമിനേഷൻ നമുക്ക് 7ാം ക്ലാസ് മുതലേ അതിനുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ പത്രത്തിലും മറ്റു പരസ്യ വിഭാഗങ്ങളൊക്കെ നൽകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ 10ാം ക്ലാസ് എത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോ, നമ്മൾ എന്താ ആവേണ്ടതെന്നൊന്ന് ആലോചിച്ചോ. ഈ കുട്ടി പഠിച്ച് പിന്നെ സാധാരണ വലിയ വലിയ കുടുംബങ്ങളിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ പഠിച്ച IAS ഒക്കെ കിട്ടുക. പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല കേട്ടോ, അതിനൊന്നും കിട്ടൂല. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ഉന്നത വിദ്യാഭ്യാസമാണ്. അത് പഠിച്ച് തന്നെ ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് മത്സര പരീക്ഷകൾ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ പിന്നെ പഠിച്ച് ജയിച്ച് മുന്നേറി തന്നെ വരണം. ശരി, ആട്ടെ. അപ്പം അങ്ങനെ പഠിച്ച് ജയിച്ച് മുന്നേറി വന്ന പിന്നെ ഒരു കുട്ടിയാണ് ശ്രീധന്യ സുരേഷ്. അവരാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ സബ് കളക്ടർ. ഇതേപോലുള്ളൊരു കഥയാണ്, അവരുടെ കഥ പോലുള്ളൊരു കഥയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മെഹനത്തിലെങ്കിലായി. ശ്രീധന്യ സുരേഷ് എന്ന് പറയുന്ന, ബഹുമാനപ്പെട്ട ശ്രീധന്യ സുരേഷ് എന്ന് പറയുന്നവർ അവരുടെ ജീവിത സ്വപ്നം പൂവണിഞ്ഞു. അവരുടെ അധ്വാനം സഫലമായി. മെഹനത്ത് രംഗിലായി. അപ്പോൾ ഇസ് തരഹ് ബഹുത് സെ ലോഗ് ഐസെ ഹി ജോ ബഹുത് ഗരീബി ഖാൻദാൻ സെ പഠ് ലിഖ് കർ ബഡേ ആദ്മി ബൻ ഗയി ഹെ. ഇങ്ങനെ ഇവരെ പോലെയുള്ള ഒരുപാട് ആളുകൾ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും ഉന്നതമായ വിദ്യാഭ്യാസം നേടി വലിയ വലിയ ആളുകളുണ്ട്. ഇനി ഞങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ആപ്പ് ബഡേ ഹോക്കർ ക്യാ ബനന ചാഹത്താ ഹെ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ വലുതായിട്ട് നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ഇത് നിങ്ങളെ നോട്ട്ബുക്കിലും എഴുതി വെക്കുക. ആപ്പ് ബഡേ ഹോക്കർ ക്യാ ബനന ചാഹത്താ ഹെ? നിങ്ങൾ വളർന്ന് വലുതായിട്ട് നിങ്ങൾ ആരാവാനാണ് ആഗ്രഹിക്കുന്നത്? അതിൻ്റെ ഒന്ന് ഉത്തരം നിങ്ങൾ തരിക. ഓക്കെ, ശരി. ഇനി നോക്ക്, നമ്മുടെ പുസ്തകത്തിൽ നോക്ക്. പുസ്തകത്തിൽ 10ാമത്തെ പേജ്. എല്ലാ പുസ്തകത്തിലും 10 ആയിക്കോളുന്ന, ചിലപ്പോൾ 11, ചിലപ്പോൾ 9. പുസ്തകത്തിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പഴയ പുസ്തകം പുതിയ പുസ്തകമൊക്കെ ആട്ടെ. മെഹനത്ത് രംഗിലായി എന്ന നമ്മുടെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം നോക്ക്. മെഹനത്ത് രംഗിലായി, അധ്വാനം സഫലമായി. ഓക്കെ, നോക്ക്. ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ പിന്നെ ശ്രദ്ധാപൂർവ്വം പുസ്തകത്തിൽ നോക്കി കൂടെ വായിക്കാം. വായിച്ചോട്ടോ. ज़माना गुज़रता गया, लक्ष्मी मामूल के मुताबिक अपने काम में मसरूफ़ होती रही. उसकी पेशानी पर ज़माने की बनाई हुई जर्रियाँ साफ साफ दिखाई दे रही थी. फिर भी उसके दिल में उम्मीद की किरणें बाकी थी. अब उसका बेटा साजन शहर के एक मशहूर कॉलेज में पढ़ रहा है. एक दिन शाम को
लक्ष्मी अपना काम ख़त्म करके घर की तरफ लौट रही थी। रास्ते में उसकी पड़ोसिन स्वाबिरा दौड़ती हुई आई और बहुत खुशी के साथ कहने लगी, मुबारक हो लक्ष्मी चेची, कुछ सुना? तुम्हारा बेटा किसी इम्तिहान में कामयाब हुआ है। घर में गाँव वाले और चैनल वाले आ गए हैं। स्वाबिरा, तुम ये क्या कह रही हो? हाँ लक्ष्मी चाची, जल्दी घर पहुंचो, तब पता चल जाएगी। लक्ष्मी खुशी और घबराहट के साथ घर पहुंची। माम को देखकर साजन दौड़ते हुए आया। वो खुशी से फूले न समाया और कहने लगा, उम्मी, मैं IAS पास हो गया हूँ। दोनों की आंखें भर आई। इतने में चैनल वालों ने माम और बेटे को घेर लिया और पूछने लगे, आपकी इस अदीम कामयाबी के पीछे किसका हाथ है? साजन ने माम की तरफ इशारा करते हुए कहा, मेरी सारी कामयाबों का हकदार सिर्फ मेरी माम है, माम। अच्छा, वो कैसे? माम शहर में दुकानों की सफाई के लिए जाया करती थी। बड़ी मुश्किल से घर के अखराजात और मेरी पढ़ाई के लिए रुपया जमा करती थी। आज मेरी माम की मेहनत रंग लाई है। अखबार और चैनल वालों ने कई सवालात किए। लक्ष्मी अपनी कहानी जज्बाती अंदाज में कहने लगी. അതുവരെ നോക്കാം നമ്മൾ അല്ലേ? അതുവരെ നോക്കാം. പാഠത്തിൻ്റെ ഒരു പാർട്ട് എന്നുള്ള നിലക്ക് അതുവരെ നോക്കാം. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. മെഹനത്ത് രംഗിലായി എന്ന് മനസ്സിലായി. അധ്വാനം ഫലം കണ്ടു. ആരുടെ അധ്വാനം? ലക്ഷ്മിയുടെ, സാജൻ്റെ ആണോ? നോക്കാം നമുക്ക്. നോക്ക്, ഈ ഒന്നാമത്തെ യൂണിറ്റിലെ കഥാപാത്രങ്ങൾ നമുക്കറിയാലോ. സാജനെയും ലക്ഷ്മി അറിയാലോ. ലക്ഷ്മിക്ക് എന്താ പണി? ഷുവർ, ലക്ഷ്മി പിന്നെ തൻ്റെ കുട്ടിയായിട്ട് രാവിലെ തന്നെ അങ്ങാടി പോയി പിന്നെ കടകളുടെ വരാന്തകളൊക്കെ വൃത്തിയാക്കുന്ന, മാർക്കറ്റ് അടിച്ചു വരുന്ന പണിയെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാ അല്ലേ? അപ്പോഴാണല്ലോ ഇവനിങ്ങനെ പിന്നെ അങ്ങാടിയിൽ നോക്കി നിന്നപ്പോഴാണല്ലോ ഈ വിശക്കുന്നവരെയും സമൂഹത്തിലുള്ള പിന്നെ മുഫ്ലിസിനെയൊക്കെ കണ്ടുമുട്ടിയത്. അങ്ങനെയാണല്ലോ അല്ലേ? അവൻ എന്തൊക്കെയാണ് അവന് പട്ടണത്തിൽ കണ്ടേ? ഞാനിപ്പോൾ ചോദിക്കണില്ല, നിങ്ങളെ മനസ്സിലുണ്ടാവും എന്തൊക്കെയാണ് പട്ടണത്തിൽ കണ്ടേ. പട്ടണത്തിൻ്റെ വലിയ കാഴ്ചകളും കണ്ടു. അതിൽ 2 തരം ആളുകളെ കണ്ടു. വലിയ ആളുകൾ ഹോട്ടലിൽ വന്നു പോന്നു. അതേസമയം അവൻ്റെ ശ്രദ്ധ പോയത് ആ വലിയ ആളുകളിലേക്കല്ല, ഈ ഹോട്ടലുകളുടെ പിൻഭാഗത്തുള്ള കൂനകളിൽ നിന്ന് കോടെ ക്രിക്കറ്റ് ഡെയർ ലഗാ ഹുവ ആ വേസ്റ്റുകൾ കൂട്ടിയിട്ട് കൊടുത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കുഞ്ഞു മകനെയും അതിൻ്റെ അമ്മയെയും ആണ് അവൻ്റെ കണ്ണിൽ ദൃഷ്ടിയിൽപ്പെട്ടത്. അപ്പം ഇങ്ങനത്തെ ആളുകളുണ്ട്, പിന്നെന്താ എനിക്കിത്ര ബുദ്ധിമുട്ട് എന്ന് അവനെ ആലോചിച്ചു അല്ലേ? എനിക്കൊരു അമ്മയെങ്കിലും ഉണ്ടല്ലോ അധ്വാനിക്കാൻ. ഈ അമ്മ അധ്വാനിച്ച് അവനെ പഠിപ്പിച്ചതാണ് ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. സമാന ഗുസർത്ത ഗയ. നോക്കിക്കോ, പുസ്തകത്തിൽ നോക്ക്, ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, പേനയ്ക്കല്ലേ? സമാന ഗുസർത്ത ഗയ. ഇനി എന്നോട് അർത്ഥം പറഞ്ഞു തരണമെന്ന് പറയുന്നത് ഇത് അർത്ഥം പറഞ്ഞു പോണത് കേട്ടോ. അർത്ഥം ഓരോ വാക്കർത്ഥം നോക്കി പിന്നെ എഴുതി തന്ന് നോക്കി എഴുതലല്ല. ഇനി നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പറയുന്നത് നിങ്ങൾ ആ വാക്ക് അവിടെ കേട്ടിട്ട് എഴുതിയെടുക്കണേ. സമാന ഗുസർത്ത ഗയ. കുറച്ച് കാലം കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി മാർക്കറ്റിൽ പോയി അടിച്ചു വരിക. മോനെ ഒരു പരിധി വരെയൊക്കെ മോനെ കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് വലുതാകുമ്പോൾ മോൻ പോകാൻ കൂട്ടാക്കൂല. ഓൻ സ്കൂളിൽ പറഞ്ഞിട്ട് അമ്മ ജോലിക്ക് പോവും. അങ്ങനെ സമാന ഗുസർത്തകയ. കാലം കടന്നുപോയി, കാലം കൊഴിഞ്ഞുപോയി. ലക്ഷ്മി മാമൂൽ കെ മുത്താബിക് അപ്നെ കാമേ മസ്റൂഫ് ഹോത്തി രഹി. ലക്ഷ്മി തൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടേയിരുന്നു. മസ്റൂഫ് ഹോത്തി രഹി എന്ന് പറഞ്ഞാൽ അതിൽ മുഴുക, തൻ്റെ ജോലിയിൽ കൃത്യമായി ചെയ്തു. മാമൂൽ കെ മുത്താബിക് എന്ന് പറഞ്ഞാൽ എന്താ? മാമൂൽ നമ്മൾ സാധാരണ പറയുന്ന മാമൂൽ, സാധാരണ പറയലുണ്ട് മാമൂൽ അല്ലേ? സാധാരണ പോലെ. മാമൂൽ കെ മുത്താബിക് എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ. ലക്ഷ്മി സാധാരണ പോലെ തൻ്റെ ജോലികളിൽ മുഴുകി. ഉസ്കി പേഷാനി പർ അവരുടെ നെറ്റിത്തടങ്ങളിൽ, അവരുടെ മുഖത്ത് കവിളിലും നെറ്റിത്തടങ്ങൾ, പേഷാനി എന്ന് പറഞ്ഞാൽ നെറ്റിത്തടങ്ങളിലൊക്കെ സമാനയ്ക്ക് ബനായി ഹുയി ജെറിയാം, കാലം കൊത്തിവെച്ച, ജമാനയ്ക്ക് ബനായി ഹുയി കാലം കൊത്തിവെച്ച ജെറിയാം
ആ ചുക്കിച്ചുളികൾ ഒരു കുറച്ച് പ്രായം കഴിയുമ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ കണ്ടില്ലേ, ഞങ്ങളൊക്കെ മുഖം നിങ്ങളെ മുഖത്തിൻ്റെ മാതിരിയാണോ? പ്രായത്തിൻ്റെ ഒരു ജെറിയാം ചുക്കിച്ചുളികൾ ഞങ്ങളെ മുഖത്ത് വരുന്നുണ്ട് അല്ലേ? സ്വാഫ് സ്വാഫ് ദിക്കായി ദേ രഹീത്തി, അത് അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. സ്വാഫ് സ്വാഫ് ദിക്കായി ദേ രഹീത്തി എന്ന് പറഞ്ഞാൽ പ്രകടമായിരുന്നു. അപ്പം ഈ അമ്മയുടെ മുഖത്ത് വാർദ്ധക്യത്തിൻ്റെ, പ്രായാധിക്യത്തിൻ്റെ, പ്രായം കൂടുന്നതിൻ്റെ ചുക്കിച്ചുളിവുകൾ, തെളിവുകളൊക്കെ ഇങ്ങനെ പ്രകടമാവാൻ തുടങ്ങിയിരുന്നു. ഫിർബി പക്ഷേ, എന്നിട്ടും, ഫിർബി എന്ന് പറഞ്ഞാൽ എന്നിട്ടും, ഉസ്കെ ദിൽ മേം അവരുടെ മനസ്സിൽ എന്താണ്, ഉമ്മീദ് കി കിരണേം ബാക്കിത്തി പ്രതീക്ഷകളുടെ കിരണങ്ങൾ അവരുടെ ഹൃദയത്തിലും ഒരു എയിമുണ്ട്, ലക്ഷ്യം, ഉമ്മീദ് കണ്ടോ, അവർക്ക് പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ബോധം അവർക്ക് എന്നാലും ഉണ്ട്. അബ് ഉസ്കാ ബേട്ട സാജൻ ഇപ്പോൾ പിന്നെ ആ പണ്ട് മാർക്കറ്റിൽ കൊണ്ടുവരുന്ന മോനല്ല ഇപ്പോഴത്തെ മോൻ. ഇപ്പം മോൻ സാജൻ ഷഹർ കെ ഏക് മഷൂർ കോളേജ് മേ പഠ രഹാ താ, പട്ടണത്തിലെ ഒരു കോളേജിലാണ്, പ്രശസ്തമായ ഒരു കോളേജിലാണ് അഡ്മിഷൻ കിട്ടി. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ +1 പൈസയും കൊണ്ട് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായി പഠിച്ച് നല്ല ഫുള്ള് എല്ലാത്തിനും A+ വാങ്ങി നമ്മളെ തെരഞ്ഞ് നമ്മൾ വീട്ടിലിരുന്നാൽ മതി. തിരുവനന്തപുരത്തിരുന്നുകൊണ്ട് സിസ്റ്റം ശരിയാക്കും. എന്ത്, നമുക്കുള്ള സീറ്റ്. ഡിഗ്രിക്കും അങ്ങനെ തന്നെ, അതിൻ്റെ ഉയർന്ന പഠനങ്ങൾക്കും അങ്ങനെ തന്നെ. എല്ലാ പഠനത്തിനും എന്തുണ്ട്, മെറിറ്റിൽ സീറ്റുണ്ട്. നന്നായി പഠിക്കുന്നവർക്ക് അത് കിട്ടും. മെറിറ്റിൽ സീറ്റുണ്ട്. പൈസ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. മെറിറ്റ് സീറ്റ് ഉണ്ട്. അത് ആർക്കാണോ അർഹത അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായി പഠിച്ചാൽ മതി. ഇപ്പോൾ സാജൻ പട്ടണത്തിലെ ഏറ്റവും മുന്തിയ കോളേജിലാണ് പഠിക്കുന്നത്. ഏക് ദിൻ ഷാം കോ ലക്ഷ്മി അപ്നാ കാം ഖത്തം കർക്കെ ഘർ കി തൊറഫ് ലൗട്ട് രഹി തി, ഒരു ദിവസം ലക്ഷ്മി ഷാം കോ സന്ധ്യാസമയത്ത് അപ്നാ കാം ഖത്തം കർക്കെ തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഘർ കി തൊറഫ് ലൗട്ട് രഹി തി, വീട്ടിലേക്ക് എന്താ ലൗട്ടിനാന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. രാസ്തേ മേം, രാസ്ത എന്താ, വഴിയിൽ ഉസ്കി പടോസി ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ, അയൽവാസി അല്ലേ, അവരുടെ നൈബറായ പടോസിൻ എന്ന് പറഞ്ഞത് അവിടെ പടോസിൻ പിന്നെ സ്ത്രീയാണ്. സ്വാബിറ ദൗഡ്തി ഹുയായി, അവരുടെ അയൽവാസിയായ സ്വാബിറ താത്ത ഓടി വന്നു. അവർ ബഹുത്ത് ഖുഷിക്കെ സാത്ത് കഹനെ ലഗി, ഇന്ന് സാബ്രത്താത്താൻ്റെ മുഖം കുറച്ചുകൂടി ലംഘനുണ്ട്. എന്താ കാര്യം, ബഹുത്ത് ഖുഷിക്കെ സാത്ത്, അവർ സന്തോഷത്തോടു കൂടി പറയാണ്, കഹനെ ലഗി മുബാറക് ഹോ ലക്ഷ്മി ചേച്ചി, അഭിനന്ദനങ്ങൾ ലക്ഷ്മി ചേച്ചി, നിനക്ക് എങ്ങനെ നമ്മൾ ഉറുദുവിൽ അഭിനന്ദനം പറയാം, മുബാറക് ഹോ ലക്ഷ്മി ചേച്ചി, നിനക്ക് അഭിനന്ദനങ്ങൾ ലക്ഷ്മി ചേച്ചി. കുച്ചു സുന, ഞാൻ ചിലതൊക്കെ കേട്ടല്ലോ. തുമാരാ ബേട്ട, നിന്റെ മോനല്ലേ കിസി ഇംതിഹാൻ മേ കാമയാബ് ഹുവാ ഹേ, ഏതോ വലിയ പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞ് ഗർമേ ഗാവ് വാലെ ഔർ ചാനൽ വാലെ ആ ഗേ ഹേ, നിന്റെ വീട് നിറച്ച് ഗാവും വാലെ, എന്താ ഗാവും വാലെ, നാട്ടുകാർ, ഗാവും വാലെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ, ഔർ ചാനൽ വാലെ ആ ഗേ ഹേ, ചാനലുകാരും പിന്നെ നാട്ടുകാരും ഒക്കെ ആകെ നിറഞ്ഞിട്ടുണ്ട് നിന്റെ വീട്. സ്വാബിറ തും യേ ക്യാ കഹ് രഹി ഹോ, എന്താ സാബിറ ജി പറയണത്? ലക്ഷ്മി ചേച്ചി ജൽദി കർ പഹുഞ്ചോ, ശരിയാ ലക്ഷ്മി, ചെന്ന് നോക്ക്, നിന്റെ വീട്ടിൽ ചെന്ന് നോക്ക്. തബ് പത്താ ചൽ ജായേഗ, അപ്പം നിനക്കെല്ലാം മനസ്സിലാവും. പത്താ ചൽന എന്നാൽ മനസ്സിലാവും, അപ്പം നിനക്കെല്ലാം മനസ്സിലാവും. ലക്ഷ്മി ഖുഷി ഔർ ഗബരാഹട്ട് കെ സാത്ത് ഘർ പഹുഞ്ചി, എന്നാലും ലക്ഷ്മി വീടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ആൾക്കാരെ കണ്ടപ്പോൾ ഒരു പേടി. ഗബരാഹട്ട് എന്ന് പറഞ്ഞാൽ ഒരു പേടി. സന്തോഷം ഉണ്ട്, ലക്ഷ്മി ഖുഷി സന്തോഷമുണ്ട്, ഔർ ഗബരാഹട്ട്, പക്ഷെ ഒരു പേടി. സത്യം തന്നെയാണോ, വേറെ വല്ല അപകടം പറ്റിയോ, അങ്ങനെ ഒക്കെ കൂടി ഒരു അല്ലേ ഒരു എന്ന ഏർപ്പാടിൽ ഘർ പഹുഞ്ചി, വീട്ടിലെത്തി. മാങ്കോ ദേക്ക് കർ, ഉമ്മനെ കണ്ടപ്പോൾ മാങ്കോ ദേക്ക് കർ പിന്നെ സാജൻ ദൗഡത്തെ ഹുയായ, സാജന് അമ്മയെ കാണേണ്ട താമസം ഓടി വന്നു. ദൗഡത്തെ ഹുയായ, ഓടി വന്ന അമ്മേൻ്റെ അടുത്തേക്ക്. വോ ഖുഷീസേ ഫൂലേന്ന സമായ, ഓന് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. ഫൂലേന്ന സമയ, എന്താ ഫൂലേന്ന സമയ, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പാഠം കഴിഞ്ഞിട്ടൊന്ന് പറയാം, ഒന്നും കൂടി വിശദമായി പറയാം. ഫൂലേന്ന സമയ, അപ്പോൾ വാക്കർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഖുഷീസെ ഫൂലേന്ന സമയ, ഓൻ സന്തോഷം കൊണ്ട് ഓനെ നിൽക്കാൻ വയ്യ. അവർ കഹനയിലേക്ക, എന്നിട്ട് ഓൻ തുള്ളിച്ചാടിക്കൊണ്ട് പറയാ, ഉമ്മി മേം IAS പാസ് ഹോ ഗയാഹും, ഞാൻ IAS പാസ്സായി, എനിക്ക് IAS കിട്ടി. ദോനോം കി ആങ്കേ ഭറായി, രണ്ടുപേരുടെയും കണ്ണുകൾ ഭറായി, നിറഞ്ഞു വന്നു. എന്താ പറഞ്ഞത്, കണ്ണുനീര്. എന്തിനാണ്, സന്തോഷ കണ്ണുനീര്. ഇത്തിനേമേം ചാനൽ വാലോനെ മാം ബേട്ടേക്കോ ഖീർ ലിയ, അപ്പോഴേക്കും ചാനലുകാരൊക്കെ കൂടി മാം അവർ ബേട്ടേക്കോ, അമ്മയെയും മകനെയും ഖീർ ലിയ, ചുറ്റി വളഞ്ഞു അല്ലേ, അവർ പൂച്ചനയിലേക്ക്. എന്നിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തൊക്കെയായിരിക്കും അവർ ചോദിച്ച ചോദ്യങ്ങൾ?
ഇതാ ഇപ്പുറത്തെ പേജിൽ നോക്ക്. അഖ്ബാർ വാലോനെ സാജൻ സെ ഔർ ക്യാ ക്യാ സവാലാത്ത് പൂച്ചേ ഹോങ്കെ. ഈ പത്രക്കാർ സാജനോടും ഉമ്മയോടും എന്തെല്ലാം ചോദ്യങ്ങളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെ ചോദ്യങ്ങളാവും ചോദിച്ചിട്ടുണ്ടാവുക? നോക്കാം നമുക്ക്. നോക്ക്. ആപ്കി ഇസ് അദീം കാമിയാബി കെ പീച്ചെ കിസ്കാ ഹാത്ത് ഹേ. ഒരു ചോദ്യം അതാണ്. ആപ്കി ഇസ് അദീം കാമിയാബി കെ പീച്ചെ, താങ്കളുടെ ഈ ഉന്നത വിജയം. അദീം കാമിയാബി, കാമിയാബി എന്ന് പറഞ്ഞാൽ വിജയം, അദീം എന്ന് പറഞ്ഞാലോ ഉന്നത, ശ്രേഷ്ഠമായ. നിങ്ങളുടെ ഈ ശ്രേഷ്ഠമായ വിജയത്തിന് പിന്നിൽ നോക്ക്. അവിടെ ഇപ്പം സാജൻ വലിയ ആളാ. അപ്പം സാജനെ പോലീസുകാർ വരെ സല്യൂട്ട് ചെയ്യും. പോലീസുകാർ വരെ സല്യൂട്ട് ചെയ്യുന്ന അവസ്ഥയിലെത്തിയപ്പോൾ സാജൻ. അതുകൊണ്ട് പത്രക്കാർ എങ്ങനെ ചോദിക്കുന്നത്? ആപ്കി, താങ്കളുടെ ഈ ഉന്നത വിജയത്തിൻ്റെ പിന്നിൽ, പീച്ചെ പിന്നിൽ, കിസ്കാ ഹാത്ത് ഹേ, ആരുടെ കൈകളാണ്? രാഷ്ട്രീയക്കാർ റെക്കമെൻഡ് ചെയ്തിട്ടാ അതോ മറ്റാരെങ്കിലും പൈസ എന്ന് പഠിപ്പിച്ചിട്ടാ ചോദിച്ചു പത്രക്കാർ. ഇതൊക്കെ അതിൻ്റെ അർത്ഥം ഉള്ളിലുണ്ട് ആശയം. പക്ഷേ അവരുടെ ചോദ്യം എന്താണ്? ആപ്കി ഉസ് അദീം കാമിയാബിക്ക് പീച്ചെ കിസ്കാ ഹാത്ത് ഹേ, താങ്കളുടെ ഉന്നത വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണ്? ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത്, നിങ്ങളെ സഹായിച്ചത്? സാജനെ മാം കി തറഫ് ഇഷാര കർത്തേ ഹുയേ കഹ. സാജൻ നേരെ തൻ്റെ അമ്മയുടെ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട്, ഇഷാര കർന്നാൽ ചൂണ്ടിക്കാണിക്കുക അല്ല, ഇഷാര ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ മുഖം തിരിച്ചുകൊണ്ട്, ഇഷാര കർത്തേ ഹുയേ കഹ. സാജൻ തൻ്റെ അമ്മയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, മേരി സാരി കാമിയാബിയോं की हकदार, മേരി സാരി കാമിയാബിയോं की हकदार സിർഫ് മേരി മാം ഹേ മാം. എന്താ സാജൻ പറഞ്ഞത്? ഒന്ന് പറയും. മേരി സാരി കാമിയാബിയോं की हकदाർ, എൻ്റെ എല്ലാ വിജയങ്ങളുടെയും ഹക്ക്ദാർ, അവകാശി ആരാണ്? സിർഫ് മേരി മാം ഹി മാം ഹേ, എൻ്റെ എല്ലാ വിജയങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരുടേതാണ്? എൻ്റെ അമ്മ മാത്രമാണ്. സിർഫ് എന്ന് പറഞ്ഞാൽ ഓൺലി, മാത്രം. എൻ്റെ അമ്മ മാത്രമാണ്, എൻ്റെ അമ്മ മാത്രമാണ്. മേരി സാരി കാമിയാബിയോं की ഹക്ക്ദാർ സിർഫ് മേരി മാം ഹേ മാം. അച്ഛാ വോ കൈസേ, അതെങ്ങനെ അമ്മ സഹായിച്ചു? അമ്മ അത്ര പഠിപ്പുള്ള ആളാണോ? അതൊന്നുമല്ല. പിന്നെയോ? മാം ഷഹർ മേ ദുക്കാനോं की सफाई के लिए जाया करती थी. അമ്മ ഷഹർ മേ ദുക്കാനോं की सफाई के लिए जाया करती थी. അമ്മ എന്നും പട്ടണത്തിൽ വൃത്തിയാക്കാൻ വേണ്ടി, സഫായി എന്നാൽ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, ദുക്കാനോं की സഫായി ആണല്ലോ അമ്മയുടെ പണി. മാർക്കറ്റ് വൃത്തിയാക്കുന്ന ജോലിക്ക് പോകും, തൂത്തുവാരുന്ന ജോലിക്ക് പോകും. ബഡീ മുഷ്കിൽ സേ, വളരെ പ്രയാസപ്പെട്ട്. ഗർക്ക് അഖ്റാജാത്ത്, വീടിൻ്റെ അഖ്റാജാത്ത്, വീട്ടുചെലവുകളും ഔർ മേരി പടായി കെ ലിയെ, എൻ്റെ പഠനത്തിനും വേണ്ട രൂപയ ജമാ കർത്തി തീ, പൈസ അധ്വാനിച്ച് ഉണ്ടാക്കും. ജമാ കർത്തി തീ, ഉണ്ടാക്കും. ആജ് മേരി മാം കി മെഹനത്തിരെങ്കിലായി, ഇനി എൻ്റെ അമ്മ പണിക്ക് പോകണ്ട. ആജ് മേരി മാം കി മെഹനത്തിരെങ്കിലായി ഹേ, ഇന്ന് എൻ്റെ അമ്മയുടെ സ്വപ്നം സഫലമായി, എൻ്റെ അമ്മയുടെ അധ്വാനം സഫലമായി. ഇന്ന് എൻ്റെ അമ്മയുടെ അധ്വാനം സഫലമായി, സ്വപ്നം പൂവണിഞ്ഞു. അഖ്ബാർ ഔർ ചാനൽ വാലോനെ കൈ സവാലാത്ത് കിയെ, പിന്നെയും കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതാണ് മുകളിൽ കൊടുത്തത്. അഖ്ബാർ വാലോനെ സാജൻ സെ ഔർ ക്യാ ക്യാ സവാലാത്ത് പൂച്ചേ ഹോങ്കെ. ലക്ഷ്മി അപ്പനി കഹാനി ജദ്ബാത്തി അന്താസ് മേ കഹനെ ലഗി. ലക്ഷ്മി പത്രക്കാരോട് വളരെ ജദ്ബാത്തി, വികാരഭരിതയായി തൻ്റെ ജീവിത കഥ ഇപ്പോൾ അവർ തുറന്ന് പറഞ്ഞു. ചാനൽ വാലോസെ പത്രക്കാരോട് എന്താ പറഞ്ഞത് നമുക്ക് ഇനി പിന്നെ നോക്കാം. ആയിക്കോട്ടെ, ഇനി ഇതൊന്നൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ടൊന്ന് ഈ അർത്ഥം പറഞ്ഞത് കേട്ടുകൊണ്ട് ഒന്നും കൂടി വായിക്കുക. അപ്പം നമുക്കത് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുക. അഖ്ബാർ വാലോനെ സാജൻ ഔർ ലക്ഷ്മി സെ ക്യാ ക്യാ സവാലാത്ത് പൂച്ചേ ഹോങ്കെ. ഓക്കെ, അച്ഛാ, ഖുദാ ഹാഫിസ്, ശുക്രിയ, അസ്സലാമു അലൈക്കും.